അപ്പോൾ ഈ ലേബർ കോഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിനിമം വേതനത്തിൻ്റെ കാര്യത്തിൽ ഒരു ദേശീയ ഏകീകൃത മിനിമം വേതനം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം ഈ നിലവിലുള്ള ലേബർ കോഡിൽ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ തോന്നിയ മട്ടിൽ ഈ വേതനം നിശ്ചയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ഓവർ ടൈം, ബോണസ്, ഇന്ന് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മുമ്പ് കൃത്യമായ നിർവചനമുണ്ടായിരുന്നു, അതില്ലാതാക്കി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ വളരെ എളുപ്പത്തിൽ തൊഴിലുടമകൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളെ മുഴുവൻ പുതിയ ലേബർ കോഡ് ദുർബലപ്പെടുത്തി. അതുപോലെ ഈ പണിമുടക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും 60 ദിവസം മുൻകൂട്ടി വേണം നോട്ടീസ് കൊടുക്കാൻ. ചില തൊഴിലിടങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല ഒരു സമരം പൊട്ടിപ്പുറപ്പെടുക. ഒരിക്കലും ആ നിലയ്ക്ക് ഒരു സമരം പൊട്ടിപ്പുറപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഈ ലേബർ കോഡ് നിർദ്ദേശിക്കുന്നത്. ഫ്ലാഷ് സ്ട്രൈക്കുകൾ ഉണ്ടാവരുന്നത്. തൊഴിലാളികൾക്ക് കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ അങ്ങനെ ഒരു സമരം പൊട്ടിപ്പുറപ്പെടില്ല എന്നുള്ളതാണല്ലോ വാസ്തവം. അതുപോലെ ഈ പിരിച്ചുവിടൽ 300-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പിരിച്ചുവിടലിന് അനുമതി വേണ്ടതുള്ളൂ. നേരത്തെ ഇത് 100 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കായിരുന്നു. അതായത് 300 പേരുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്. അതിനപ്പുറത്ത് താഴെത്തട്ടിലുള്ള ഏത് സ്ഥാപനത്തിലും ആളുകളെ നിസ്സാരമായി പിരിച്ചുവിടാവുന്ന ഒരു സാഹചര്യം രാജ്യത്ത് പുതിയതായി നിലവിൽ വന്നിരിക്കുന്നു. അതാണ് പ്രശ്നം. അതുപോലെ ഈ കരാർ തൊഴിൽ എന്നത് ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് വളരെ അതിൻ്റെ നിബന്ധനകൾ മുമ്പത്തേതിനേക്കാൾ എളുപ്പമാക്കി കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാർ തൊഴിലായിരിക്കും, സ്ഥിരം നിയമനത്തേക്കാൾ കരാർ തൊഴിലുകൾക്കായിരിക്കും ഇനി കൂടുതൽ പ്രാമുഖ്യമുണ്ടാവുക. അതുപോലെ തൊഴിലാളികൾക്കുള്ള ഈ കവറേജ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി കവറേജ്, അത് ഗണ്യമായി കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഈ പുതിയ സാഹചര്യത്തിലെ പ്രശ്നം. അതായത് ആരോഗ്യ ഇൻഷുറൻസ്, മറ്റ് ആനുകൂല്യങ്ങൾ, പെൻഷൻ, ഇതെല്ലാം മുമ്പുണ്ടായിരുന്ന മേഖലകളിൽ നിന്നും ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. പിന്നെ ESI, PF ആനുകൂല്യങ്ങൾ ലയിപ്പിച്ചപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നതുകൂടിയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് അതുപോലെ ഈ തൊഴിൽ സുരക്ഷ എന്നത് 50-ൽ താഴെ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തിൽ ആ നിലയ്ക്ക് ഒരു തൊഴിൽ സുരക്ഷിത സാഹചര്യത്തിന് വേണ്ട കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് അത് മാറി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഈ തൊഴിലാളികൾ സമരം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അയ്യോ അത് സമരം ചെയ്യാൻ പോകുന്നു, തൊഴിലാളികളെ ആകെ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നു, ഗർഭിണികൾക്ക് ആശുപത്രി പോകാൻ പറ്റുന്നില്ല എന്ന നിലയ്ക്കായിരിക്കും നാളെ ഇത് പോകാൻ പോവുക. പക്ഷേ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് ചർച്ച ചെയ്ത് തന്നെ പോകണം.